ഇത് നല്ലത് തന്നെ. ഹായ്. എന്ത് എന്ത് നാറ്റോടത്? നാറ്റോ? നാറ്റെന്ന് പറയില്ലേ, സ്മെൽ സ്മെല്ല് സ്മെല്ല് ബ്യൂട്ടിഫുൾ സ്മെൽ. നീ എന്തെന്ന് വാരി തേച്ചേ? ഞാൻ ഇത് തേച്ചിട്ടുണ്ടായിരുന്നു അത്ര അതിന്റെ കൂടെ നമ്മുടെ പെർഫ്യൂം മേടിച്ചപ്പോ ഒരു കോംബോ സ്റ്റൈൽ സ്മെൽ. നല്ല മാറ്റായിട്ടുണ്ട്. മുടി നോക്കിയേ എങ്ങനെയുണ്ട്? നീ ഈ കോലത്തിലെ മോനെ? കോലോ? അമ്മക്ക് എല്ലാം അങ്ങനെയാണല്ല. നാറ്റം, കോലം, നല്ല വേർഡ്സ് ഒന്ന് പറ. മര്യാദക്ക് പോന്നീ. എനിക്ക് എന്ത് മര്യാദ കുറവാണ്? ഇത് കണ്ടില്ലേ, നല്ല ഗംഭീര സാധനല്ലേ എന്റെ പൊന്നു മോനെ. കൊറേ പെണ്ണുകളെ കണ്ട് 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 അവസാനം ഒരു നല്ല പെൺകുട്ടിയെ കിട്ടിയതാ. നീ ആയിട്ട് ഇനി അതിനെ കളയരുത്. അമ്മയ്ക്ക് ഇപ്പോഴത്തെ സ്റ്റൈലുകൾ അറിയാതാണ്. ഇപ്പോഴത്തെ പെൺപിള്ളേരുണ്ടല്ലോ, എന്റെ ഈ ഒരു സ്റ്റൈലിലാണ് വീടുള്ളൂ. അല്ലാതെ വെറുതെ പൊടി മീശം വെച്ച് കോളറും വലിയ ഷർട്ടും ഇട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഞാൻ ആര് നോക്കാനെന്ന് വിചാരിച്ചിട്ടാ? ഇതൊക്കെയാണ് എന്റെ സ്റ്റൈല്. മോനോട് സ്നേഹമുള്ളോണ്ട് അമ്മ പറയാണ്, അവിടെ പോയിട്ട് നീ വാ തുറക്കരുത്. അതെന്താണ്? എനിക്ക് മിണ്ടാൻ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കില്ല അവള്? ഇടാ, അതല്ല, നീ വാ തുറന്ന മണ്ടത്തരേ പറയുള്ളൂ. അവള് പറയണ കേട്ട് നെഗറ്റീവ് അല്ലാതെ ഇല്ല അമ്മക്ക്. നീ എന്തെങ്കിലും പറഞ്ഞ് ഈ കല്യാണം മുടക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. എനിക്ക് ഒരു പേടിയില്ല. എനിക്കറിയാം ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ. നീ നന്നായിട്ട് അറിയാം. അമ്മ പോയേ, ഞാൻ പോയിക്കോളാം. ഒന്നാമത് പോണതിന് മുമ്പ് ഇങ്ങനത്തെ വാക്കുകളൊന്നും പറയല്ലേ അമ്മ. ഉള്ള കോൺഫിഡൻസ് പോവും. എന്നാ പോണില്ലേ? സമയമില്ലേ? ആ പോകുന്നു. പോയിക്കോ അമ്മ, പൊക്കോ. എനിക്ക് കുറച്ചുകൂടി പരിപാടി. ഇനി എന്തെന്നാ? കണ്ടിട്ട് പോയാ മതി. നീ ഏത് കോലത്തിലും പോണേന്ന് എനിക്ക് കാണണ്ടേ? ഞാൻ കണ്ടിട്ട് പോയിക്കോളാം. അധികം വൈകണ്ട. ആ കൊച്ചവിടെ എനിക്ക് മുടിയൊക്കെ ഒന്ന് ചെയ്യണോ? നീ ചക്കര കൊണ്ട് തോറ്റല്ല. ഇങ്ങനത്തെ വീട്ടിലേക്കാണല്ലോ കേറി വരണത്. അവള് നാലിക്കുമ്പോ തരാ തരാ. അയ്യോ, ഇത് പോവല്ലോ. തരാ ശിവളൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ കുറെ നേരമായിരിക്കുന്നു. കുറച്ചേരായി. എന്താ ലേറ്റ് ആയ? ഒന്നും പറയണ്ട. അമ്മയായിട്ട് ഒന്ന് രണ്ടും പറഞ്ഞ അങ്ങനെ സമയം പോയി. ഒന്നുമില്ല, വെറുതെ ഞാൻ ഒരുങ്ങുന്നൊന്നും കണ്ടുകൂടാത്ത തന്നെ. കൊള്ളാൻ ചെറുതായിട്ടുണ്ട്. ആണോ? പിന്നെ അന്ന് ആ പെണ്ണ് കാണലിൽ വന്നപ്പോ എനിക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ചമ്മല? എനിക്ക് ചമ്മലൊന്നും ഉണ്ടായില്ല. പിന്നെ സത്യമായിട്ടും എനിക്ക് ചമ്മലുണ്ടായില്ല. കണ്ടിട്ട് അങ്ങനെ തോന്നിയാ? താനെന്തിനാണോ പറഞ്ഞത്? തന്റെ മുഖമൊക്കെ അന്ന് ഞാൻ കണ്ടതല്ലേ. സത്യം പറഞ്ഞതാ. ആണോ? ചമ്മലം എന്തിനാ? അല്ല, എനിക്ക് തോന്നി. എനിക്ക് എത്ര മെസ്സേജ് അയച്ചു? അല്ല, അതൊക്കെ ശേഷമല്ല, ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞത്. പിന്നെ എന്താണ് കല്യാണ വിശേഷം വീട്ടില്? കല്യാണക്കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയിലാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, സ്ത്രീധനൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടാ. ഒന്നും കിട്ടില്ല എന്റെ വീട്ടിൽ നിന്ന്. അയ്യേ, താൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്? അങ്ങനെയല്ല, ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിന്റെ പേര് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയ്യേ അങ്ങനെ പറയരുത്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. ഞാനേ ഇതിൽ കഴിക്കാൻ വെച്ചിട്ട് കഴിക്കാൻ എന്ത് മേടിക്കാനാ? ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാം. ഐസ്ക്രീം മതിയോ? മതി, ലൈറ്റ് ആയിട്ടും കഴിക്കാം. എന്നിട്ട് സംസാരിക്കാം. കോൺ ഐസ്ക്രീം മതി എനിക്കെന്നാ. ഓക്കെ, ഒരു 2 കോണയും. രണ്ടും. ഓക്കെ, ഇവിടെ ഇരിക്കേ. ഡൺ. ഞാൻ വരണ്ടോ? വേണ്ട വേണ്ട.
ഡോ താൻ എന്താ കാണിച്ചത്? താന്റെ ഫോട്ടോ എടുത്തില്ലേ? തന്റെ ഫോട്ടോ ഞാൻ കണ്ടതാ, താന്റെ ഫോട്ടോ എടുത്തു. ഇയാളെന്താ ആളുകളിയാക്കണോ? മര്യാദ ഡിലീറ്റ് ചെയ്യും. എന്താ സിസ്റ്റർ എന്താ പറയണേ? ഞാൻ എന്തിനാ നിങ്ങളുടെ ഫോട്ടോ? താൻ കിടന്ന് ഉടായ്പ കാണിക്കണം. ഞാൻ അവിടെ നിന്ന് കണ്ടാണല്ലോ താന്റെ ഫോട്ടോ എടുത്തത്. എനിക്കെന്തിനാ നിങ്ങളുടെ ഫോട്ടോ? ഞാൻ എന്തിനാ നിങ്ങളുടെ ഫോട്ടോ എടുക്കണം? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. തനിക്ക് എന്തിനാ എന്റെ ഫോട്ടോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞേ? നിങ്ങളുടെ ഫോട്ടോ എനിക്കെന്തിനാ? താൻ കൂടുതൽ കിടന്ന് തുള്ളണ്ട. ഞാൻ കണ്ടതാ താൻ എന്റെ ഫോട്ടോ എടുക്കുന്നത്. സിസ്റ്റർ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയേണ്ട കാര്യമൊന്നും. എന്തെന്ന് വിചാരിച്ചാ ഈ സംസാരിക്കണത്? എനിക്ക് നല്ല ഉറപ്പുണ്ട് തന്റെ കയ്യിൽ എന്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളത്. എനിക്ക് ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന കാര്യം തന്നെ. ഇരിക്കുവായിരുന്നു ഇയാൾ എന്റെ ഫോട്ടോ എടുത്തേക്കുക. കാര്യങ്ങൾ പറയില്ല ചേട്ടാ. ഞാൻ പറയണോന്ന് കേൾക്ക്. ഞാൻ എന്റെ ബുദ്ധിയായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അവരിത് ഒരു ഐസ്ക്രീം മേടിക്കാൻ അങ്ങോട്ട് പോയതാ. കള്ള ലക്ഷണമുണ്ട്. വെറുതെ നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് ആളെ നിങ്ങൾ അങ്ങനെ വർത്താനം പറയല്ലേ? ഏത് ഫോട്ടോ? പിന്നെ എങ്ങനെയാണ് എന്റെ ഫോട്ടോ വരുന്നത്? ഏതാ? പൊന്നു ചേട്ടാ, ഇത് ഞാൻ ഈ ആംഗിൾ എടുത്തപ്പോ ഈ മൂലയിൽ ഇവര് നിൽക്കണ ഞാൻ ശ്രദ്ധിച്ചില്ല ചേട്ടാ. ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് ആവശ്യമില്ലാത്ത വർത്തമാനം ഡിലീറ്റ് ചെയ്ത് ചേട്ടാ. ഡിലീറ്റ് ചെയ്താ. ഞാനതൊന്നും ഇവരുടെ ഫോട്ടോ ഒന്നും എടുത്തല്ല. കുറെ ആൾക്കാരുണ്ട് ഈ പാർക്കൊക്കെ നോക്കി ഞാൻ എനിക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കേണ്ട ഒരു കാര്യം. എന്റെ താര ഞാൻ വെറുതെ ഇതാരാ ഇത്? എന്റെ വുഡ് ബി. നല്ല തീരുമാനമാ. ഇയാള് പറ്റിയ ആള് തന്നെ. ഇയാളെ കണ്ട പെമ്പിള്ളാരെയൊക്കെ ഫോട്ടോ എന്റെ ഫോട്ടോ ഇയാൾ സത്യമായിട്ട് ഞാനിത് ഈ ആംഗിളിൽ ഓരോ ഫോട്ടോകൾ ഞാൻ എടുത്ത് ഇവർ അതിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. കറക്റ്റ് ഞാൻ കണ്ടാളോ കറക്റ്റ് ഫോക്കസ് ചെയ്തെടുക്കുന്നത്. എന്റെ താരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് 1-2 ഫോട്ടോ എടുത്തു. നമ്മള് കണ്ടതാ എന്റെ ഫോട്ടോ എടുത്തേക്കുന്നത്. നമ്മളിപ്പോ ഫോൺ മേടിച്ച് ഡിലീറ്റ് ആക്കിയതാ. അല്ലെങ്കിൽ നമുക്കിപ്പോ കാണിച്ചു തരാൻ പറ്റും ഇയാള് ശരിയല്ല. അത് തന്നെ ഞങ്ങള് കണ്ടതാ, ഡിലീറ്റ് ചെയ്തതാ. താരം സത്യമായിട്ടല്ല. ഞാനൊരു ഫോട്ടോ എടുത്തു സത്യ. പക്ഷെ ഇവരെ എടുത്തല്ല, ഞാൻ ഈ ആംഗിൾ എടുത്താണ്. സത്യം വിശ്വസിക്കും പ്ലീസ്. ഇയാളെ പിടിച്ച് പോലീസിലേപ്പിക്കണേ ചെയ്യേണ്ടത്. പോലീസിനെ വിളിക്കുന്നത് അതെ. താര നാളെ അവളോട് മാന്യമായി ഓരോ ഉടായ്പ കാണിച്ചിട്ട് ഇറങ്ങിക്കോളൂ. ആ ബ്രോക്കർ ഇത് പറഞ്ഞു കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്താ ഏറെ കാത്തിരിപ്പിന് ശേഷം അവർ നല്ല ബന്ധം ഒത്തു വന്നത്. അതിനിടയിലാ ഇത്. എന്താ ഇത്? എന്തൊന്നും പറയാനില്ല എനിക്ക്. ഞാൻ എന്ത് പറയാനമ്മ? ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല ഇതുവരെ. ഞാൻ അവിടുത്തെ സീനറി ഒക്കെ അവിടുത്തെ പൂക്കളും സീനറി ഒക്കെ എടുത്തിട്ട് ഞാൻ എന്റെ ഫോട്ടോ സെൽഫി ഒക്കെ നോക്കി എടുത്താണ് അത്. അതിന്റെ ഇടയിൽ കൊച്ചു വന്ന് കയറുന്ന എനിക്ക് അറിയാൻ പാടുണ്ടോ? നിനക്ക് ഇവിടെയുള്ള പൂവിന്റെ പടം എടുത്താ പോരാ, നീ അവിടെ പോയി എടുക്കണം. നീ കുളിമുറിയിൽ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അറിയാ. അപ്പൊ അമ്മാവന് പറയാൻ പാടില്ലേ ഈ കട്ടമീശം വെച്ച് എന്ത് ഞാൻ പറയണ്ടേ? നിന്റെ ഫോണും കളി ഞാനെന്ന് പറയണ്ടേ? എന്തൊരു നാണക്കേടായി പോയെന്നുള്ളതാ. ഈ സാധനം എനിക്ക് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. 24 മണിക്കൂർ ഫോണാ, 24 മണിക്കൂർ. എനിക്കങ്ങനെ അറിയാം.
ആരാ ശീതള? ഞാനാണ്. ഏ ഞാനാണ്. നീ പാർക്കിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തായിരുന്നു, പിങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ. അതിന്റെ അച്ഛനാ ഞാൻ. ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ചേട്ടാ. കല്യാണപ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, അതിന്റെ ഫോട്ടോ എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അയ്യോ ചേട്ടാ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എന്റെ ഫോട്ടോ നീ അവിടെ പെർമിഷൻ ചോദിച്ചോ? അമ്മ ഞാൻ ഇല്ല, നീ വർത്താനം പറയാൻ നിർത്ത്. നീ അവിടെ പെർമിഷൻ ചോദിച്ചോ ഇല്ലയോ? ചേട്ടാ, ഞാൻ ചോദിക്കാനായിട്ട് ഞാൻ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അവിടുത്തെ പാർക്കിലെ ഫോട്ടോ, എന്റെ ഒക്കെ ഫോട്ടോ സെൽഫി ചിലക്കാൻ നിൽക്കല്ലേ. ഒരുപാട് ആൾക്കാരുണ്ട് നിന്നെ പോലെ ഇതേമാതിരി ഫോട്ടോ എടുത്ത് നടക്കണവര്. ആ പരിപാടി നടക്കില്ല, അത് നടക്കില്ലാന്ന്. നീ മേലെ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്തെന്ന് ചേട്ടൻ പറഞ്ഞ? അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്റെ മോൾ എന്നോട് നുണ പറയൂ? പറയോ? അമ്മാവൻ, ഞാൻ ഇവന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ആര്? ഇവന്റെ? ഇവൻ എന്റെ പ്രായം ഉണ്ടല്ലോ. കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. ചേട്ടാ, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. ഏടാ, എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടെന്ന്. ചേട്ടാ, ഞാൻ എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മള് ഫോട്ടോ എടുക്കുമ്പോ പുറകിൽ ആരെയൊക്കെ പെടൂലേ? ഏടോ, അവിടെ അവള് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ? ആ കൊച്ചു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ്. ആ പ്രശ്നം ഉണ്ടാക്കും. എന്തുകൊണ്ടാ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ മനസ്സിലാവട്ടെ ഇയാൾക്ക്. നിന്റെ ആ ഫോട്ടോ എടുക്കണ പരിപാടി ഞാൻ ശരിയായി തരാം. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, കേസ് കൊടുക്കാൻ പോവാ. ഇയാൾക്ക് കേസ് കൊടുക്കണം. കേസ് കൊടുക്കണോ? ഇയാളുടെ മോളെ തിങ്കളാണെങ്കിലേ ഞാൻ ലിറ്റുഷാറാണ്, മനസ്സിലാക്കിയോ? എന്തെന്ന് വർത്താനം പറഞ്ഞ മനസ്സിലാണ്ട്. ഈ വർത്താനത്തിന് നീ ജയിലിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാളെ നോക്ക്, കേസ് കൊടുക്കണം. അല്ലാതെ എന്തെന്ന് പറഞ്ഞ അമ്മാവൻ, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്റെ നേരം ഒന്ന് കുറ്റം പറഞ്ഞ പിന്നെ എന്ത് ചെയ്യും? കേസൊക്കെ ആവും. എനിക്ക് അറിഞ്ഞൂടെ. അധികം ഷോർക്കുണ്ട്. അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? ഇയാള് പോടോ അച്ഛാ. വീട്ടിൽ കഴിഞ്ഞ് വന്നിട്ട് എന്താണ് അതെ, എനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? നിനക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ നീ മൂക്കെടുക്കാൻ തരോ? ഞാൻ എന്തെന്ന് പറയണ അമ്മ? ഇപ്പൊ അയാളോട് ഇങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ കുറ്റം പറഞ്ഞ എന്ത് ചെയ്യാൻ? നീ പോടാ. ഇപ്പൊ സമാധാനത്തിൽ പറഞ്ഞെങ്കിൽ അയാൾ ഒതുങ്ങൂലായിരുന്നു. അയാള് അവര് ഫാമിലി ആയിട്ട് ഇങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ പണിക്കൊക്കെ ഇറങ്ങും അവര്. ഞാൻ വെറുതെ നിന്ന് ഫോട്ടോ എടുത്തേന്. ഇനി എന്ത് ചെയ്യും എന്റെ ചേട്ടാ? എന്താണ് ഈ ചെയ്യാൻ പാടില്ല? എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. ഇവന് ഇത്രയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങിയാ പോരെ ഇവന്? എന്തിന്? ഫോട്ടോ എടുക്കാൻ. ഓക്കേ, നോക്കിയാ നമ്മളെ പോലത്തെ ലുക്കില്ല. അവൻ ആ ബനിയന്റെ കളർ മാത്രമേ ഉള്ളൂ കേട്ടാ. സ്കില്ലുണ്ടാക്കിയോണ്ടാവണല്ലേ. അവൻ ജനിച്ചപ്പോ തന്നെ ഇങ്ങനെ പെണ്ണുങ്ങളെ സെറ്റാക്കാൻ സ്കില്ലാറ്റണ്ട. ഒരു പണി ചെയ്താലോ, നമുക്കൊന്ന് ചെന്ന് പരിചയപ്പെട്ടാലോ? എന്താ പരിപാടി എന്ന് ചോദിക്കാം. ഇത് നേക്കൊക്കെ അറിഞ്ഞിരിക്കല. ആ, വാവ്, സ്റ്റൈലിഷ്. ഇന്നലെ അവൻ ആ ബ്രോഡ്വേയിൽ നിന്നിട്ട് ഒരു അടിപൊളി സാധനത്തിന് വളക്കുണ്ടായടാ. പിന്നെ എന്തെല്ലാം പോസിൽ നിർത്തിയ ഫോട്ടോ എടുക്കണം. നിങ്ങൾ ഇന്നലെ ബ്രോഡ്വേ പോയി? ആ, വാവ്. ഒന്ന് ചെന്നിട്ടേ ഒന്ന് പരിചയപ്പെടാം, ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ. താങ്ക് യു. ഓക്കെ മാഡം. മാഡത്തിന് ഇപ്പൊ എത്ര പ്രായമുണ്ട്? 40. 40 ഒന്നും ആരും പറയില്ല കേട്ടോ മാഡം. ഈ ഫോട്ടോ പക്ഷെ നന്നായിട്ടുണ്ട്. എന്റെ ഫോട്ടോസ് ഇത്രയും ഭംഗിയാവാറില്ല. അതെ, ഞാൻ ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. മാഡത്തിന് ഈ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോ. എന്റെ പേഴ്സണൽ നമ്പർ തരാം, ഞാൻ എനിക്ക് അയച്ചു തരും. മനസ്സിന്റെ പേരെന്താ? ജമ. ഓക്കെ മാഡം. ഞാൻ നൂലാക്കാൻ നോക്കിട്ട് തല വെട്ടിച്ചു പോയവളാണ്. ശരി, താങ്ക് യു സോ മച്ച്. ഇപ്പൊ കൊഞ്ചു കൊഴണ്ടില്ല. ചോദിക്കാം. ബോസേ, ഹലോ, നമസ്കാരം. എന്റെ ഒരു പാരി. ഞാൻ ആരോമൽ. എന്ത് പരിപാടി? ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് എന്ന് വെച്ചാ? സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. സ്ട്രീറ്റിലൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യും. എനിക്ക് മനസ്സിൽ ഇഷ്ടം തോന്നുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്ത് പകർത്തും. അത് മനുഷ്യരാവാം, മൃഗങ്ങളാവാം, പക്ഷികളാവാം, ബട്ടർഫ്ലൈസ് ആവാം,
നമുക്ക് എന്ത് ഇഷ്ടം തോന്നിയാലും ഫോട്ടോ എടുക്കാം അല്ലേ? മാഡത്തിന്റെ ഫോട്ടോ എടുത്തു ഞാൻ അവര് വിട്ടോളൂ. അവരോട് ചോദിക്കണോ അത്? പെർമിഷൻ ചോദിക്കും, അവര് വില്ലിങ് ആണെങ്കിൽ എടുക്കും. ഇപ്പൊ നമ്പറൊക്കെ തരണുണ്ടായല്ലോ. അവർക്ക് നമ്പർ, അവർക്ക് ഫോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണം. വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ പിന്നെ ഞാൻ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിട്ട് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളെ ഫോട്ടോ എടുക്കണ അല്ലേ? ഞാൻ എപ്പോഴും ഈ ഗാർഡനിൽ ഞാൻ എപ്പോഴും വരും. ഇത് പുതിയ ടെക്നിക്കാണ്. പുതിയ ടെക്നിക്കല്ല, ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നത്. എനിക്കിത് പാഷനാണ്. നമുക്ക് ഇഷ്ടം കാണുന്നത് ഫോട്ടോ എടുക്കാം അല്ലേ? അതെടുത്ത് ഇൻസ്റ്റയിലൊക്കെ നല്ല വരുമാനമാണേ. ഇത് എത്ര രൂപ ഇത്? അങ്ങനെ പിടിക്കരുത്. ഇതിനൊരു 2.5 വരും. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. പക്ഷെ ഫോണിൽ എടുക്കാല്ല. ഫോണിൽ എടുക്കാം, പക്ഷെ ഇത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. തുടക്കത്തിൽ ആ ക്ലാരിറ്റി മതി. അതെ, ഞാനൊരു സ്വകാര്യമായിട്ട് കാര്യം കേട്ടെ. അതെ, നമ്മൾ ഈ തെണ്ടിത്തിരി നടന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരല്ലേ ഈ ഫോട്ടോ എടുക്കണം, അവരുടെ അനുമതി ചോദിച്ചിട്ട്. അപ്പൊ അവര് നമ്പർ തരുമ്പോ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് സെറ്റ് ആവുമോ? എന്തെങ്കിലും ഉദ്ദേശിച്ചത് നൂലാക്കാൻ പറ്റുമെന്ന് അവര് സൗഹൃദം. ഞാൻ മാന്യ മര്യാദയായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാ, അല്ലാതെ എനിക്ക് വേറെ ദുരുദ്ദേശങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഇല്ലില്ല, അത് സാറിനെ കണ്ടറിയാം. ഞങ്ങളും തറവാടികളാണ്. അത് നിങ്ങളെ ചോദ്യത്തിന് എനിക്ക് മനസ്സിലായി. വെറുതെ നമ്പർ അടിക്കണം, നമുക്കറിയാം സെറ്റ് ആവണ്ടെന്ന്. അല്ല, ഇതൊക്കെ സെറ്റ്. മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേ, ഞാൻ വളരെ പാഷൻ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഞങ്ങളും പാഷനാണ്. നിങ്ങൾ ചെയ്തോളൂ, ഫോട്ടോ ക്യാമറ ഉണ്ടെങ്കിൽ. ഓക്കെ ബൈ. കാര്യം മനസ്സിലാണ്? ഇല്ല. എടാ, നാളെ തൊട്ട് നമ്മളും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ്. സെറ്റ്. എടാ, ഇഷ്ടമുള്ളവരെ ചെന്ന് അനുവാദം മേടിച്ച് ഫോട്ടോ എടുത്തിട്ട് നമ്പർ മേടിച്ചൂടെ? അത് മേടിക്കാം, പക്ഷെ മറ്റേ ഇത് കണ്ടേ ക്യാമറ. എന്തിന്? തൽക്കാലം ഫോണിൽ തുടങ്ങാം. അത് മതിയോ? ഇവിടെ ഏതും നല്ലൊരു വെടിപ്പുള്ള സാധനത്തിനെ വിളച്ച് അവളുടെ മാല അടിച്ചു മാറ്റിട്ട് ക്യാമറ മേടിച്ചൂടെ? ഇച്ചിരി വെടിപ്പായിട്ടൊക്കെ വരണം കേട്ടാ. അത് സെറ്റ് ആക്കാം. ഒരു ബ്ലേഡ് മേടിച്ചു, താടിയൊക്കെ കളയണം. ചപ്പോ, ഇപ്പൊ ആരെങ്കിലും കണ്ടാ ഉടനെ ഞാൻ ചെന്ന് അത് മുട്ടാൻ ശ്രമിക്കും. എന്തേലും പാളിയോ നീ ഒന്ന് വന്നിട്ട് സെറ്റ് തന്നേക്കണം. എനിക്കിപ്പൊ ഈ ക്യാമറ അത്ര വശമില്ല, ായോണ്ട്. ഒരു മനുഷ്യനെ കാണാനല്ലോ. അതല്ലേ എല്ലാം സെറ്റാക്കി. കാലത്ത് വന്നൊരു കള്ളമ്മ അവിടെ തൂങ്ങിയപ്പോണ്ട്. അത് മാത്രം വേണ്ട. അത് വേണ്ട. അത് ഒട്ടൊക്കെ പണി കൊടുക്കാം. പിള്ളേരെ മതി. പിള്ളേർ ആടാ ഹലോ, എന്റെ പേര് പാരി. ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പൊ ഒരു കണ്ടിട്ടില്ലേ, ഫേമസ് ആണ്. ഒരു ഫോട്ടോ എടുത്തോട്ടെ? കുഴപ്പമില്ല. അല്ല, സിനിമയിലൊക്കെ വരാം. ഇത്രയും നല്ല ബ്യൂട്ടിയാണ് കാണാൻ, നല്ല ഫോട്ടോ ഇല്ല, ജസ്റ്റ് ഒന്ന് എടുത്തു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഡിലീറ്റ് ചെയ്യാം. താല്പര്യമില്ല ഒരു പണി. എനിക്ക് വാട്സാപ്പ് നമ്പർ ഒന്നും ഞാൻ എടുത്തത് അങ്ങോട്ട് ഇട്ട് തരാം. അല്ല, അതിന്റെ അല്ല, നാടൻ തനിമയുണ്ട്. അത് പോണേ പോട്ടെ, ഇപ്പൊ വീഡിയോ എടുക്കണല്ലേ. എടാ, നമ്പർ കിട്ടിയില്ലല്ലോ, വീഡിയോ കിട്ടിയിട്ട് എന്താ കാര്യം? അല്ല, നമ്പർ കിട്ടേണ്ട അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് അക്കൗണ്ട് ഇതിൽ ഇടാലോ. അക്കൗണ്ട് ഇടാലോ, ഈ വീഡിയോ എടുത്തിട്ട് നോക്കിയ പാട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാണ്ടേ അടക്കല്ലേ പോരെ, കൽപ്പന്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞിടാം. എന്ത് ഫോട്ടോ എന്തിന്? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈറലായി കഴിഞ്ഞാലേ ആളുകൾ ഞങ്ങൾ വന്ന് തല്ലാനാ? എല്ലാരും ഒന്നും അറിയുമല്ലോ. എന്ത് ഭ്രാന്താണ്? എന്താ ചേട്ടൻ ആവശ്യം? എന്താണ്? ഫോട്ടോ ഒക്കെ എടുക്കുക. ആദ്യം 20 രൂപ കുറച്ച് ഡൈ മേടിച്ചൊക്കെ അടിക്കും മുഖത്ത്. ഇത് ആളുകൾ കാണണ്ടേ? ട്രെൻഡല്ലേ. ഒരു പണി ചേട്ടാ, അങ്ങനെ ചെല്ലുമ്പേ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ പോയിട്ട് എടുത്തോട്ടാ. ചെല്ലി. എന്താണ് ചേട്ടാ, ഇത് ഫീൽഡ് വേറെയാണ് ചേട്ടാ. തൈക്കളവനായി ആ സത്യം മനസ്സിലാക്ക്. നിങ്ങളുടെയൊക്കെ എടുക്കണ്ടല്ലോ. ചെല്ലി 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 ചെല്ലി, ഇടപെടല്ലേ. നിങ്ങള് പശ്ചാത്തലക്കേണ്ടി വരും കേട്ടാ. എന്ത്? നിങ്ങളൊന്ന് വൈറലായിക്കോട്ടെ വെച്ചിട്ടാ. നീ പോയടാ പൊട്ടാൻ നിക്കല്ലേ, പോയടാ. റേഞ്ച് വേണം. നീ പരിസരത്ത് ഇനി കണ്ടാ നിന്റെ തല ഞാൻ തല്ലി പൊളിക്കും. പോടാ. ഹലോ, എന്റെ പേര് പാരി. ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണേ. ഇൻസ്റ്റാഗ്രാമിന്റെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു ബുദ്ധിമുട്ടിൽ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചാൽ നമുക്ക് റീൽസ് ആക്കി ഇടാം.
ഇല്ല എടുത്തോ കുഴപ്പമൊന്നുമില്ല. ശരി, നമുക്കൊന്നും ഇങ്ങോട്ട് ഒതുക്കി എടുക്കാം. ഞാൻ ഇതില് വലിയ എനിക്ക് പരിചയമൊന്നുമില്ല. ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഇട്ട 2-3 റീൽസില് 4-5 പേർക്ക് പടം കിട്ടി. ആണോ? എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അതിനെക്കാളും വൈറലാക്കാം. ഇവിടെ അല്ലേ ബാഗ് മാറ്റിക്കോ, ബാഗ് ഇങ്ങോട്ട് ഞാൻ പിടിച്ചോളാം. അതിലെന്തെങ്കിലും ഉണ്ട് എടുത്തോട്ടെ. ചിരിച്ചാന്ന് ചേട്ടാ. ഫേസും ഡ്രസ്സും ഒക്കെ ഓക്കെ അല്ലേ? അടിപൊളിയാണ്. പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം സിംഗിൾ നോർമൽ എടുക്കാം. നിന്നോട്ടാ, ചിരിക്ക, പതുക്കെ ചിരിക്ക, ഇച്ചിരി ഉയർ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഇതുണ്ടല്ലോ, ഈ മുടിയൊന്ന് ഇതിങ്ങനെ കിട്ടുന്ന കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങനെ ഓക്കെ ആണോടാ? ഓക്കെയാണോ? അങ്ങനെ തന്നെ അനങ്ങാന്നോട്ടാ. എടുത്തു 2 കൊടുത്തു. ഇനി ഇപ്പുറത്തോട്ട് നമ്മ ഇങ്ങനെ ടൈറ്റാനിക്കിൽ ഇങ്ങനെ നിൽക്കില്ല, പുറകിൽ ഇങ്ങനെ ആളുണ്ടെന്ന് ഓർത്താ മതി കേട്ടാ. ഇങ്ങനെ അനങ്ങല്ലേ, പുറകിൽ ഇങ്ങനെ ആളുണ്ടെന്ന് ഓർക്കണം. ആ ഒരു മൂഡിൽ നിന്നോട്ടാ. വൈറലാവുമല്ലോ ചേട്ടാ. പിന്നെ വൈറലാവില്ലേ? എടുത്ത ഓക്കെ, അനക്കണ്ട. ചിരിക്ക ഇങ്ങനെ ചെയ്യും. പിന്നെ ഇങ്ങനെ ചാടി പൊങ്ങാൻ പറ്റും. ദമയന്തി പോസ് വന്നാൽ മതി. ദമയന്തി എടുക്കാം. ഇങ്ങനെ അപ്പൊ ആ ഒരു ഹൈറ്റിൽ നമ്മളവിടെ അപ്പൊ തന്നെ ഇതാക്കാം. ചാടാൻ പറ്റുമോ? നോക്കാം. ചാടിക്കോ. 1 2 3 സ്റ്റാർട്ട്. ഇനി നമുക്കേ ഇവിടെ ഇരിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല ഇരിക്കും, ഞാൻ കാണിച്ചു തരാം. വൈറലാവുമല്ലോ, അതുകൊണ്ട് ഇരിക്കാൻ. വൈറലായില്ലെങ്കിൽ ഞാൻ വൈറലാക്കും. അവിടെ ഇരിക്കും. മതിയാ? കാട്ടിങ്ങനെ ഇങ്ങനെ അനക്കരുത്. അതാ അനങ്ങല്ലേ? മത്സ്യകന്യക പോലെ. റെഡി, സ്മൈൽ. ഇനി നമുക്കേ എഴുന്നേറ്റ് നമുക്കേ സന്ധ്യയായോണ്ട് ഇവിടെ ഒരു ലൈറ്റ് കുറവുണ്ട്, ഒന്ന് അങ്ങോട്ട് നീങ്ങിന്നാലോ? അവിടെ എടുക്കാം. അത് ഗംഭീര ലുക്കാണ്, നല്ല ഐശ്വര്യം. കോസ്റ്റ്യൂം അടിപൊളിയാണ്. ഇവിടെ വെക്കുന്നത് ഞാൻ 2-3 എടുക്കാം. നേരത്തെ പരിചയം ഉണ്ടായിരുന്ന നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ടോ. ഇല്ല, ഇത് സൂപ്പറാണ്. ഞാൻ കാണിച്ചു തരാം, എടുത്തതൊക്കെ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇങ്ങനെ നിക്കാൻ പറ്റുമോ? എങ്ങനെയാ ചേട്ടാ? ഇങ്ങനെ ചിലപ്പോ ഫ്രെയിമിന്റെ പുറത്തു പോകും, അത് കൈ ഇങ്ങനെ ഒതുക്കി പോയി. ഇങ്ങനെ നിന്നാ മതിയോ? അങ്ങനെ അതെല്ലാരും ചെയ്യണതാണ്. ഒരിങ്ങനെ നാണോ ആണോ? അത് നോട്ടം അവിടെ ഇരിക്കണം. ഇതല്ലേ ഫ്രെയിം അടിക്കട്ടെ. ഞാൻ എടുത്തതൊക്കെ ഒന്ന് കണ്ടു നോക്കി. കണ്ടോ, സൂപ്പറായിട്ടുണ്ടല്ലോ. കണ്ടോ? ഇത് കൊള്ളാം. ഇതല്ല, എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട്. ഞാനേ എനിക്ക് നമ്പർ ഒന്ന് തന്നിട്ട് പോകണം. അപ്പൊ ഞാൻ എടുത്തത് മുഴുവൻ അയച്ചു തരാം. എന്നിട്ട് സ്വന്തം ഇഷ്ടമാകണത് ഒന്ന് മാർക്ക് ചെയ്ത് എനിക്ക് ഇട്ടാൽ മതി. അത് നമുക്ക് റീൽസിൽ ഉപയോഗിക്കാം. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രേസി പാരി. അപ്പൊ അതിലൊന്ന് നോക്കിയാൽ മതി. നമ്പർ ഒന്ന് പറഞ്ഞിട്ട്. വേറെ ഫോൺ ഉണ്ടേ. ഇത് ഞാൻ അയച്ചു തരാം. എടാ, എന്റെ കൂടെ ഒരു ഫോട്ടോ. ഇത് വൈറലായി കഴിഞ്ഞാൽ പറയാനില്ല. അല്ലെങ്കിൽ